ഹലോ ഗൈസ്. നമ്മളിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ്. ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ വീട്ടിലാരുമില്ല. അച്ഛനും അമ്മയൊക്കെ വേറൊരു അത്യാവശ്യത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമുള്ളൊരു പകൽ എങ്ങനെയാണെന്നുള്ള അവർ കുറേ കാര്യം എത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അതിനടുത്ത് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര വേണ്ട. ഹലോ, ഇന്ന് വീട്ടിലാരുമില്ല. രാവിലെ എല്ലാവരും ഒരിടത്ത് പോയിക്കുവാണ്. അവർ വരും. അപ്പോൾ ഞാൻ മാത്രമുള്ള ഒരു മോർണിംഗാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു പ്രോട്ടീൻ ഓട്സ് മേടിച്ചതിൻ്റെ ബാക്കി ഒരു പാക്കറ്റ് കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഇന്ന് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ മോർണിംഗ് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു കുട്ടി വ്ളോഗിൻ്റെ അകത്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതിന് മുന്നേ അങ്ങനെ അധികം വ്ളോഗ്സ് എടുത്തിട്ടില്ല. സോ വീട്ടിലുള്ളൊരു ആദ്യത്തെ വ്ളോഗ് നിങ്ങളിലേക്ക് കാണിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാമോ, അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കോണ്ടൻറ്റ്സ് വേറെ ഉണ്ടെങ്കിൽ പറയുക. നമ്മളിന്ന് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്ന വ്ളോഗ് എന്ന് പറയുന്നത് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് മോർണിംഗിൽ എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് യൂസ്ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കാമല്ലോ. അപ്പം ഞാൻ കഴിക്കുന്ന ഓട്സ് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോമിൽ ഓൾട്ടർനേറ്റീവ് ഷിഫ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ ഈ ഓട്സാണ് മോർണിംഗ് കഴിച്ചിട്ട് ഓവർനൈറ്റ് ഓട്സായിട്ട് കഴിച്ചിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേവിച്ച് കഴിക്കാൻ പോവാണ്. കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പം ഒന്ന് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ഓട്സ്. യോഗ ബാർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഞാനിതിൻ്റെ ഓൾമോസ്റ്റ് വലിയ 1 കിലോയുടെ 3 പാക്കറ്റും അതേപോലത്തെ കുറേ കുട്ടി പാക്കറ്റും ഇതുകൊണ്ടൊക്കെ തിന്ന് തീർത്തു. കാരണം നല്ല യൂസ്ഫുൾ സാധനമാണ്. ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. ഓവർനൈറ്റ് ഓട്സായിട്ട് എനിക്ക് എപ്പോഴും കഴിക്കുന്ന ഒരു പ്രോട്ടീൻ ഓപ്ഷനാണ്. നമുക്കിത് ഓവർനൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇടണ്ട. ഇതൊക്കെ ഇട്ടിച്ച് പാലൊഴിച്ച് വെച്ചാൽ മതി. എല്ലാ നട്ട്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിളുമാണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇതും കൂടെ ബാക്കിയുള്ളൂ. ഇത് കോഫി ഫ്ലേവറാണ് കേട്ടോ. കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഓട്സാണ്. വളരെ മധുരവും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നേരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പിലോട്ട് വെച്ചു. കാരണം സ്റ്റൗവിൽ സമയം എടുക്കില്ലേ. എനിക്കങ്ങനെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ അകത്ത് ആക്കിയെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഓട്സ്. കണ്ട കഞ്ഞി പോലെ ഇരിക്കും. ഇച്ചിരിയേ ഉള്ളൂ തൽക്കാലത്തേക്കുള്ള നമ്മൾ ശരിയാക്കിയിട്ടുള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും ഇനി ഉച്ചയ്ക്ക് കാര്യമായിട്ട് കഴിക്കാം. ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം പോലെ ഇത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉള്ളൊരു ചടങ്ങാണല്ലോ യൂട്യൂബ് കാണുക എന്നുള്ളത്. മുമ്പൊക്കെ ഫോണിലായിരുന്നു. ഫോൺ എടുക്കുക, വല്ല ബക്കറ്റിലോ ചെറിയ ബക്കറ്റിലോ ജഗ്ഗിലോ ഒക്കെ ചാരി വയ്ക്കുക. ഇതായിരുന്നു പരിപാടി. ഇപ്പം അത് മാറിയിട്ട് ആൻഡ്രോയിഡ് ടി വി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ പരിപാടി യൂട്യൂബ് എന്ന് പറയുന്ന നേരെ ടി വി വയ്ക്കുക, യൂട്യൂബ് എടുക്കുക ഇത് തന്നെയാണ് പരിപാടി. മിക്കപ്പോഴും എന്തെങ്കിലും വ്ളോഗൊക്കെ കേട്ടോ കാണുന്നത്. പിന്നെ വ്ളോഗ് കണ്ടാണ് ഞാനും വ്ളോഗ് എടുത്താലോ എന്നുള്ളൊരു ആലോചന വന്നത്. അപ്പോൾ ഞാൻ ഏത് വ്ളോഗ് എടുക്കുന്നതെന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ യൂട്യൂബൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ ഓട്സ് കഴിച്ച് തീർക്കാം. അങ്ങനെ നമുക്ക് 10 ചുണ്ട് തിന്നേണ്ട ഓട്സ് 1/2 മണിക്കൂർ കൊണ്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഓട്സ് കഴിക്കട്ടെ. ഓട്സൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രഷായിട്ട് നമുക്കൊന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനും ഉണ്ട്. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചു തരാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ നാട്ടിൽ കുറച്ച് നാളായിട്ട് തിന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവം, ഒരു സാമൂഹിക പ്രശ്നം. അതിന് പരിഹാരം ഉടനെ കണ്ടെത്തുന്നൊക്കെയുള്ള ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത് എപ്പോഴത്തേക്കാവുമെന്നൊന്നും നമുക്കറിയില്ല. ആദ്യത്തെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് രാവിലെ അതിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളൊരു ജോലിയാണ്. അപ്പം കുടിവെള്ള പ്രശ്നമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം നോക്കിയിരിക്കുക, അത് പിടിക്കുക എന്നുള്ളതൊക്കെ.
അപ്പോൾ എപ്പോഴും നമുക്ക് ഇതിനടുത്ത് ധൃതിയായിട്ട് പോകണമെന്ന് വെച്ചാൽ അത് നടക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചാൽ നമുക്ക് നാളെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഈസി ആയിട്ട് പോകാം. അഥവാ അങ്ങനെ 2 ദിവസം ഒന്നും അടുപ്പിച്ച് വെള്ളം പിടിക്കാൻ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പണി കിട്ടും. കാരണം മീറ്റർ ടാപ്പിൽ മാത്രമേ വെള്ളം വരുള്ളൂ. മെയിൻ ടാപ്പിൽ വളരെ കുറച്ച് നേരമൊക്കെ വെള്ളം വരും. അതും ഈ ഒരു ഏരിയയിൽ ഉയർന്ന പ്രദേശങ്ങൾ, നമ്മുടെയൊക്കെ വീട് ഉയർന്ന പ്രദേശത്താണ് താരതമ്യേന. അവിടെ ഒന്നും വെള്ളം കയറി വരില്ല, പൈപ്പിൽ കയറി വരില്ല. മീറ്റർ ഇച്ചിരി താന്നിരിക്കുന്നത് കൊണ്ട് മീറ്ററിൽ മാത്രം വെള്ളം വരും. അപ്പോൾ അതിങ്ങനെ നമ്മൾ പാത്രം വെച്ച് പകർത്തി ഒക്കെ വേണം നമ്മൾ ആവശ്യങ്ങൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും എടുക്കുന്നത്. അവിടെ കുടിവെള്ളത്തിന് നമ്മൾ ക്യാൻ വാട്ടറാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ക്യാനില്ല, തീർന്നു പോയി എടുക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെയാണ് നമ്മൾ മറ്റേ വെള്ളം തെളിച്ചെടുത്ത് അതൊക്കെയാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. കാരണം ഈ വരുന്ന വെള്ളം തന്നെയും കലക്കൽ ഉള്ള മങ്ങലുള്ള വെള്ളമാണ്. നിങ്ങൾക്ക് ആ വെള്ളം കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് വെള്ളം പിടിക്കലാണ്. വെള്ളം പിടിക്കൽ കുറച്ച് നേരത്തെ പരിപാടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്തണം, വെള്ളം തരംതിരിക്കണം, കുറച്ച് മങ്ങിയ വെള്ളം അകത്തേക്ക് ബാത്റൂമിൽ ആവശ്യത്തിന്, അങ്ങനെ പുറത്ത് ആവശ്യത്തിന്, അകത്ത് ആവശ്യത്തിന്, അങ്ങനത്തെ ഒരു ചടങ്ങ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതെന്ന് മാറുമെന്നറിയില്ല. അപ്പോൾ അത് ഇനി നമുക്കുള്ള പരിപാടി വെള്ളം പിടിക്കലാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് മീറ്ററിന്നിരുന്ന് വെള്ളം പകർത്തി പിടിക്കാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമുക്ക് കഴിച്ച പാത്രവും ഉണ്ടാക്കിയ പാത്രവും ഒക്കെ കഴുകി വയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം. നമ്മളിവിടുത്തെ വെള്ളം എങ്ങനെയാണ്, വെള്ളത്തിൻ്റെ ആ ഒരു കളറ് സംഭവം ഇപ്പോൾ ഇത്രയെങ്കിലും നമുക്കിപ്പോൾ വെള്ളം കിട്ടുന്നുണ്ട്. മുമ്പ് ഇതുപോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം കിണറ്റിൽ പോയി വരെ പോരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വണ്ടിയുടെ വെള്ളത്തിൽ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വരെ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ടാങ്കറിൽ വരെ ഇടയ്ക്ക് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മീറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഉടനെ അതിനത് പരിഹാരം കാണും. പക്ഷേ ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ അത്രയും രൂക്ഷമാണ്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എന്താണ് അടുത്ത പരിപാടി എന്നുള്ളത് കാണിച്ചു തരാം. ഞാനിപ്പോൾ പോകുന്ന വെള്ളം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ കുറേശ്ശെ പിടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു തൊടി പോലെ താത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് വെള്ളത്തിൻ്റെ കളറ്. നിങ്ങൾക്ക് ഒരു മങ്ങലില്ല. ഇത് കുറച്ച് നമ്മൾ നേരം വെച്ച് കഴിയുമ്പോൾ തെളിയും കേട്ടോ. തെളിഞ്ഞ് താഴെ ഇതിങ്ങനെ മണ്ണ് പോലെ ആവും. അപ്പോൾ നമ്മൾ മേലിൽ തെളിച്ചിട്ടൊക്കെയാണ് അകത്ത ആവശ്യങ്ങൾക്ക് അത്യാവശ്യം എടുക്കുക. അതുപോലെ ചിലപ്പോൾ മുഖം കഴുകാനും വാ കഴുകാനും ഒക്കെ എടുക്കുക. അകത്ത് കുളിക്കാനൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ വെള്ളം തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ പല കാറ്റഗറിയാണ്. എന്നിട്ട് നമ്മൾ അടി ഒന്ന് കലക്കി ഒഴിച്ച വെള്ളം, ഇനിയിപ്പോൾ ഇത് നമുക്ക് അകത്ത ആവശ്യത്തിന് എടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ കുറച്ച് കലാപരിപാടി. നമുക്കിങ്ങനെ വെള്ളം പിടിക്കൽ കുറേ നേരത്തെ ചടങ്ങാണ്. അത് കാണാനും നല്ല ബോറായിരിക്കും. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓക്കെ, ഇതുവരെയും വീട്ടിലാരും എത്തിയിട്ടില്ല. 10 മണി കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. 10 മണി കഴിഞ്ഞു. നമുക്ക് അത് നോക്കാം. ഇനിയിപ്പോൾ അവർ ഉച്ചയാകും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് അടിക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. പിന്നെ നമ്മൾ വേറെ മൈക്കും കാര്യങ്ങളും യൂസ് ചെയ്തോണ്ട് ചിലപ്പോൾ സൗണ്ടിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. എങ്കിലും വലിയ മാക്സിമം കുഴപ്പമില്ലാണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഹലോ. അപ്പോൾ വെള്ളം പിടിക്കൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ദേഷ്യം വരും, കാരണം അത്രയും വെള്ളം കുറവാണ്. മീറ്റർ ടാപ്പിൽ പോലും കുറേശ്ശേ ഉള്ളൂ വെള്ളം. അപ്പോൾ ഞാനിപ്പോൾ പിടിച്ച അത്രയും വെള്ളം ഇനിയും ഞാൻ പിടിച്ചാലാണ് എന്തെങ്കിലും കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും വെള്ളം. അല്ലെങ്കിൽ വെള്ളമില്ല. നമ്മൾ പിടിച്ച് വെച്ചിരുന്ന വെള്ളമൊക്കെ തെളിച്ച് അരിച്ചരിച്ചൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സെക്ഷനായിട്ട് തിരിച്ച് വാ കഴുകാനും അകത്ത് ആവശ്യത്തിന് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ തിരിച്ച്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം വീണ വെള്ളം കുറച്ച് കലക്കലായിരിക്കും എപ്പോഴും. അപ്പോൾ ആദ്യം വീണ വെള്ളം, കലക്കലുള്ള വെള്ളമൊക്കെ നമ്മൾ പിടിച്ച് പെർമനൻ്റ് കുറച്ച് പാത്രമുണ്ട്, അതിൽ ഒഴിച്ച് വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് തെളിയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ കുളിക്കാനൊരു സൈഡിൽ വെള്ളം പിടിക്കുന്നു. അങ്ങനെ എല്ലാം നമ്മൾ മീറ്ററിൽ നിന്നാണ്. പക്ഷേ ഭയങ്കര കുറേശ്ശെയാണ് വെള്ളം വരുന്നത്. അത് കാരണം നമ്മളിങ്ങനെ കുറേ നേരം കഴിഞ്ഞാലാണ് ഈ ബേസിനും നിറഞ്ഞ് നമുക്ക് ആ വെള്ളം ഒന്ന് പകർത്താൻ പറ്റുക. അപ്പോൾ ഞാൻ കരുതി എൻ്റെ കൂടെ നമുക്ക് വീടും കൂടെ തൂക്കാം, വീട് ഫുള്ള് തൂത്തിടാം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് എവിടെയും പെട്ടെന്ന് എടുത്ത് പോകണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്ലാനിങ് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട്, പുറത്ത് പോകാനുള്ളത് ഉച്ച കഴിഞ്ഞിട്ട് പോകാം. ഒരു വൈകുന്നേരത്തേക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം. എന്നിട്ട് ഇപ്പോൾ നമുക്ക് വെള്ളം പിടിക്കൽ നടത്താം. കാരണം ചിലപ്പോൾ ഇനി നാളെ വെള്ളം കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന അത്രയും വെള്ളം കൂടെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് എൻ്റെ കൂടെ വീടും തൂത്തിടാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാം. ഓക്കെ, എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക്
പോവാം. വേറെ കുറച്ച് പരിപാടികൾ ഇന്നുണ്ട്, ഞാൻ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇത് അതുകൊണ്ടാണ് കാര്യം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വെള്ളത്തിൻ്റെ ഫോഴ്സ് എത്രയാണെന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട, ഇതിങ്ങനെ വെളിച്ചെണ്ണ വീഴുന്ന പോലെയാണ് വെള്ളം വീഴുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി തെളിഞ്ഞിട്ടുണ്ട് വെള്ളം, ഇപ്പോൾ തെളിഞ്ഞ് വരുന്നു. നേരത്തെയുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട, ഒരു മാറാപ്പ് പോലെ കണ്ട, ഇത് വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ബക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അടിയിലോട്ട് കാണാൻ പറ്റില്ല, കാരണം അത് കലക്കലുണ്ട്. അപ്പോൾ ഇതാണ് വെള്ളം. ഇത് നമ്മളിങ്ങനെ ഓരോ പാത്രമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ ഇത് പിടിച്ച് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ വീഴുന്ന വെള്ളം നമ്മൾ അത്യാവശ്യം ഇനിയും കുറേ പാത്രങ്ങൾ നിറയ്ക്കേണ്ടതുണ്ട്. അപ്പം നല്ല സമയം പോകും. വീട് തൂക്കാം, അതിൻ്റെ ഇടയിൽ വെള്ളവും പിടിക്കാം, കഴിഞ്ഞിട്ട് കുളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം പിടിക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തണ്ണിമത്തനൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കഴിച്ചു. നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യണം. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയില്ല. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കയറി കുളിക്കാം. അപ്പോഴേക്ക് ഫുഡ് വരും. കാരണം ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാനുള്ള സമയമില്ലല്ലോ, നേരെ ഇത്ര ആയില്ലേ. അപ്പോൾ വയ്ക്കുന്ന ബിരിയാണിയും അച്ഛനും ഊണും ഒക്കെ ഓർഡർ ചെയ്യാം. നമുക്ക് സൊമാറ്റോയിൽ ഓഫറുണ്ട്. ഞാൻ ലെയർ ഐഡിയ നട്ടോ എപ്പോഴും ബിരിയാണി വാങ്ങുന്നത്, അടിപൊളിയാണ്, കരുനാഗപ്പള്ളി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ഹെയർ കട്ടും പരിപാടിയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല, ഉച്ചയായി, വെയിലത്ത് പോകണ്ട. അപ്പോൾ നമുക്ക് അതൊക്കെ നാളത്തേക്ക്. ചരിഞ്ഞ് വീണതാണ്, കാലം നുരഞ്ഞു നന്നായിട്ട്. അപ്പോൾ അത് കാരണം വ്ളോഗ് അവിടെ വെച്ച് നിന്നുപോയി. എന്നാലും അതിപ്പോൾ ഇന്നിപ്പോൾ ഔട്ടർ എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. ഇതും വെച്ചുകൊണ്ടാണ് നമ്മൾ വലിയരിക്കലും ഒക്കെ പോയി ആ പരിപാടിയല്ല വ്ളോഗെല്ലാം എടുത്തത്. പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിട്ടും നമ്മൾ വെറുതെ ഇരിക്കാതെല്ലാം ചെയ്യാൻ പറ്റിയതിൽ ഒക്കെ ഹാപ്പിയാണ്. അതിൻ്റെ കാര്യമായ കുഴപ്പമില്ല, ജസ്റ്റ് വീണതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ പരിക്കോടുകൂടി ഈ വ്ളോഗ് എൻഡ് ചെയ്യുവാണ്. സോ എനിക്ക് ഡെയിലി വ്ളോഗ്സായിട്ട് കാണാം.